രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഉള്ളത് ആകർഷണ ശക്തിയും സ്നേഹം കൊടുക്കാനുള്ള കഴിവും, പക്ഷെ മനസ്സിൽ എപ്പോഴും മുറിവേൽക്കുന്ന നേച്ചറാണ്. നിങ്ങളുടെ പ്രധാന സ്വഭാവം പറയുന്നത് സ്നേഹമുള്ളവരാണ്, റൊമാൻറ്റിക്കാണ്, ഇമോഷണൽ ഡെപ്ത് ഉള്ളവരാണ്, പെട്ടെന്ന് അറ്റാച്ച് ആകും, വിട്ടുപോകാൻ പാടും. സൗന്ദര്യബോധം, ലക്ഷറിയിലേക്കുള്ള ആകർഷണമൊക്കെ കൂടുതലാണ്. ലോയലാണ്, പക്ഷേ ആരെങ്കിലും ചതിച്ചാൽ പൂർണ്ണമായിട്ടും തകർന്നു പോവും. എനിക്ക് മാത്രം ഇതൊക്കെ സംഭവിക്കണേ എന്നൊരു ഫീലിംഗ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. 2025 ഡിസംബറിൽ ഒരു പഴയ വിഷയം വ്യക്തി വീണ്ടും മൈൻഡിൽ കയറി. റിലേഷൻഷിപ്പിൽ ഒരു അടുപ്പം കിട്ടാതെ ഡിസിഷൻ നിങ്ങളെ ഡിസ്റ്റർബ് നന്നായിട്ട് ചെയ്തു. ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ടും റിസൾട്ട് ഇല്ലല്ലോ എന്ന തോന്നലുണ്ടായി. ഒരാളോട് സൈലൻറ്റ് ഡിസപ്പോയിൻമെൻറ്റ്, സംസാരിക്കണമെന്ന് തോന്നും, പക്ഷേ ഈഗോ, ഫിയർ കാരണം മിണ്ടാതെ നിന്നു. കമ്മിറ്റ്മെൻ്റ് ഉള്ള ബന്ധങ്ങളിൽ കുറച്ച് കോൾഡ് പേസും ആയിരുന്നു. കരിയറിലാണെങ്കിൽ ജോലിയിലും പഠനത്തിലും ഡിലേ ആയി. അപ്ലൈ ചെയ്ത കാര്യം കുറച്ച് സ്ട്രക്കായി. അപ്രീസിയേഷൻ കിട്ടാതെ പോയ ഒരു അവസ്ഥ. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പൈസ വരും നിലനിൽക്കില്ല. ഫാമിലി റിലേറ്റഡ് എക്സ്പെൻസ്, ഇമോഷണലി പെട്ടെന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്തു വെച്ചു. ഡിസംബറിൽ ഒരു ഇന്നർ പ്രഷർ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇമോഷണലി കുറച്ച് തകർന്ന മട്ടായിരുന്നു. ജനുവരിയിൽ അങ്ങനെയല്ല, ഒരു റിയലൈസേഷൻ വരും, എനിക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പഴയ ഹേർട്ടുകളിൽ നിന്ന് സ്ലോലി ഡിറ്റാച്ച് ആകാൻ തുടങ്ങും പഴയ കാര്യങ്ങളിലൊക്കെ. പിന്നെ മെൻ്റൽ ക്ലാരിറ്റി കുറച്ച് ഇൻക്രീസ് ആവും. പ്രണയത്തിൽ 2 പോസിബിളാണ് ഇരിക്കുന്നത്, അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പഴയ ഒരാളിൽ നിന്ന് മെസ്സേജ് വരാനോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ വരാനോ സാധ്യതയുണ്ട്. സംസാരിച്ച് സത്യം പുറത്ത് വരും. അത് നല്ലതും ആവാം മോശം ആവാം, പക്ഷെ ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ടോട്ടലി പുതിയൊരു ഇമോഷണൽ കണക്ഷൻ, പുതിയൊരാൾ വരും, മെല്ലെ അത് അറ്റാച്ച് ആവുള്ളൂ. ആദ്യം ഫ്രണ്ടായിരിക്കും, പിന്നെ അത് ഇമോഷണൽ ബോണ്ടിലേക്ക് മാറും. ഒരു ഇമോഷണലി പവർഫുൾ മീറ്റിംഗ് ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയില്ല ആരാണെന്നുള്ളത് ജനുവരിയിൽ തന്നെ, അത് പോകെ തിരിച്ചറിയുള്ളൂ. കരിയർ ആണെങ്കിലും ജോബാണെങ്കിലും സ്റ്റഡി ആണെങ്കിലും സ്ട്രക്കായ കാര്യമൊന്ന് മൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ജനുവരിയിൽ പറ്റും. ഇൻ്റർവ്യൂ, എക്സാം, സെലക്ഷൻ റിലേറ്റഡ് അപ്ഡേറ്റ് അതൊക്കെ എന്തായാലും വരും. ജനുവരിയിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് കോൺഫിഡൻസ് എന്തായാലും ഒന്ന് ബൂസ്റ്റ് ആവും. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സക്സസ്സിനൊരു വിത്ത് പാകണ ഒരു മാസമാണ് ജനുവരിയിൽ. പക്ഷേ റിസൾട്ടൊന്നും അടുത്തൊന്നും കാണുകയില്ല. അതിൻ്റെ ഒരു ഡയറക്ഷൻ ക്ലിയർ ആവും, അത്രേ ഉള്ളൂ. ഫൈനാൻസിൽ പെട്ടെന്നുള്ള എക്സ്പെൻസ് ജനുവരിയിൽ നന്നായിട്ടുണ്ട്, പക്ഷേ അതിനൊപ്പം ഒരു ഫിനാൻഷ്യൽ അവെയർനെസ്സും നിങ്ങൾക്ക് നന്നായിട്ട് വരും. അൺനെസസറി സ്പെൻഡിങ്ങും കൺട്രോൾ ചെയ്യാം. ആദ്യത്തെ ഒരു 15 ദിവസത്തേക്ക് നിങ്ങൾക്കൊരു സാലറി ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നും തന്നെ പർച്ചേസ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പൈസ പോയി എന്നതിനേക്കാൾ എനിക്ക് ഹാൻഡിൽ ചെയ്യണം എന്നൊരു പഠനം നിങ്ങളെന്തായാലും നടത്തും. നിങ്ങൾ ചേഞ്ച് എന്താ പറയുക വെച്ചാൽ സെൽഫ് റെസ്പെക്റ്റ് ഒന്നും കൂടി മെച്ചപ്പെടും. എനിക്ക് വാല്യൂ ഇല്ല എന്നൊരു ഇല്യൂഷൻ നിങ്ങളെന്തായാലും തകർക്കും. നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും, നിങ്ങളത് വരുത്താൻ നോക്കും. ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആവും. ജനുവരിയിൽ നിന്നെ തകർത്ത് നിന്നെ വീക്ക് ആക്കാനല്ല, ഞാൻ മെച്യൂർ ആകാനാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ജനുവരി അവസാനമാകുമ്പോഴേക്കും ഉണ്ടാവും.